അങ്ങനെ ഫ്രിഡ്ജും ചുമന്ന് നേരെ നെടുമങ്ങാട്. ഹായ് മച്ചമാരെ, ഇന്ന് ഞാൻ വീട്ടിൽ ഇരുന്നപ്പോഴാണ് ഒരു ചാട്ടൻ വിളിച്ചിട്ട് പറഞ്ഞത് ചാണ്ട വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ട്, ആ ഫ്രിഡ്ജ് ഒന്ന് എടുത്ത് വേറൊരു വീട്ടിൽ കൊണ്ടുപോയിക്കാൻ. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ നേരെ അവിടെ ചെന്ന് ആ ഫ്രിഡ്ജ് എടുത്ത് വണ്ടിയിലോട്ട് കൊണ്ടുപോയിക്കാൻ വേണ്ടി. ഫ്രിഡ്ജ് എടുത്ത് നേരെ ചുമന്ന് അങ്ങനെ വണ്ടിയുടെ മണ്ടയിലോട്ട് എടുത്ത് കയറ്റി. ഫ്രിഡ്ജൊക്കെ നല്ലപോലെ കെട്ടി അങ്ങ് വെച്ചു. അതൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴാ പപ്പായ മരത്തിൽ ഒരു പപ്പായ്ക്ക പഴുത്തിരിക്കുന്നത്. ഞാൻ ഉടനെ പോയി അത് പറിക്കാൻ വേണ്ടി ആ പപ്പായ മരത്തിൽ കയറാൻ നോക്കിയിട്ട് പറ്റാനുള്ള അത് ഒടിഞ്ഞു വീഴും. അങ്ങനെ അതിനെ കുലുക്കി തള്ളി അത് താഴെ വീണ് ചെതറിപ്പോയി. അത് ചെതറിയും പോയി കണ്ണിനകത്ത് എന്തോ വന്ന് വീഴുകയും ചെയ്തു. കണ്ണിനകത്തൊരു ലേഡി ബേഡ് വന്നു. അങ്ങനെ അതിനെ എടുത്ത് കളഞ്ഞിട്ട് നേരെ ഫ്രിഡ്ജ് കൊണ്ടുപോകാം. ഈ ഫ്രിഡ്ജ് എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നെടുമങ്ങാടോട്ടാണ് കൊണ്ടുപോകണം. അത് ഓട്ടോയിൽ ഞങ്ങൾ ബൈക്കിലാണ് പോകണം. അങ്ങനെ പോകാൻ നേരത്ത് വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ച് നേരെ നെടുമങ്ങാടോട്ട് പോയി. ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കുള്ള വീട് എത്താറായി. ഈ വലിയൊരു തേരി കയറി വേണം അങ്ങ് മണ്ടേ പോകാൻ. അങ്ങനെ ഈ ഫ്രിഡ്ജും കൊണ്ട് ഫ്രിഡ്ജ് കൊടുക്കാനുള്ള വീട്ടിൽ വന്ന് കെട്ടക്കകത്ത് ഫ്രിഡ്ജ് താഴെ ഇറക്കി. ഫ്രിഡ്ജ് എടുത്ത് നേരെ അകത്ത് അവർ അടുക്കളയുടെ ഭാഗത്തായിട്ട് കൊണ്ടങ്ങ് വെച്ച്. ആ ചെറിയൊരു ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ കൂട്ടുകാരനെ അവിടെ നേരെ അങ്ങ് ഇറങ്ങി. പോകുന്ന വഴിക്ക് ആ ചേട്ടനാണെങ്കിൽ നമുക്ക് ബിരിയാണി വാങ്ങി തന്നെ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അവിടെ നേരെ തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി നേരെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇറങ്ങി. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി നേരെ ഗ്രൗണ്ടിലോട്ട് പോയി. ഗ്രൗണ്ടിൽ വന്ന് കുറച്ച് നേരം ഇവിടെ ഒന്ന് കളിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഒരു കൂട്ടുകാരനെ കൊണ്ടാക്കിയിട്ട് നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി. അടുത്തുള്ള ചായക്കടയിൽ വന്നു 2 ചായയും വാങ്ങി ഞാൻ ഒരു മുളക് വെച്ച് എടുത്ത് കഴിച്ച്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അവിടെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം തീർന്നു ഗൈസ്. എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.